ഇന്നത്തെ അറിയിപ്പുകൾ. ലൈഫ് ഗാർഡുകൾക്ക് അവസരം. തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് സേവനം. ആലപ്പുഴ തോട്ടപ്പള്ളി ഫിഷറി സ്റ്റേഷൻ കേന്ദ്രീകരിച്ച കടൽ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് ലൈഫ് ഗാർഡുകളെ താൽക്കാലികാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നു. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധന കാലയളവിലേക്കാണിത്. 20നും 45നും ഇടയിൽ പ്രായവും നീന്തൽ പ്രാവീണ്യവുമുള്ള രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ നിന്നുള്ള കടൽ രക്ഷാ പ്രവർത്തനങ്ങളിൽ പരിശീലനം പൂർത്തിയായവർക്കാണ് മുൻഗണന. മെയ് 16 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തോട്ടപ്പള്ളി ഫിഷറി സ്റ്റേഷനിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷൊർണൂർ കണ്ണൂർ പാത ഇനി ഫാസ്റ്റ് ട്രാക്ക്. 130 കിലോമീറ്റർ വേഗം ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ റെയിൽ പാത. 130 കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സെക്ഷനാകാൻ ഷൊർണൂർ കണ്ണൂർ പാത ഒരുങ്ങുകയാണ്. ഷൊർണൂർ മുതൽ മംഗളൂരു വരെ വേഗം 130 കിലോമീറ്റർ ആക്കാൻ കഴിയുമെങ്കിലും താരതമ്യേന വളവുകൾ കുറഞ്ഞ ഭാഗമെന്ന നിലയിലാണ് ആദ്യഘട്ടത്തിൽ കണ്ണൂർ വരെയുള്ള 176 കിലോമീറ്റർ പാതയിലെ വേഗം വർദ്ധിപ്പിക്കുന്നത്. ഡിസംബറിനു മുൻപ് പണികൾ പൂർത്തിയാക്കാൻ പാലക്കാട് ഡിവിഷന് ദക്ഷിണ റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. 130 കിലോമീറ്റർ വേഗം സാധ്യമാകുന്നതോടെ സ്റ്റോപ്പുകൾ കുറവുള്ള വന്ദേ ഭാരത്, രാജധാനി, ജനശതാബ്ദി ട്രെയിനുകളുടെ യാത്രാസമയത്തിൽ കുറവ് വരുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ 643 ആശുപത്രികളിൽ സൗജന്യ വാഹനാപകട ചികിത്സ. 7 ദിവസം വരെയാകും ചികിത്സ സൗജന്യമായി ലഭിക്കുക. വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് പണമടയ്ക്കാതെ 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ കേരളത്തിലെ 643 ആശുപത്രികളിൽ ലഭ്യമാക്കും. പൊതുറോഡുകളിൽ വാഹനാപകടങ്ങൾ സംഭവിക്കുന്നവർക്ക് അടിയന്തര ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്ന ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഓഫ് റോഡ് ആക്സിഡന്റ് വിക്ടിംസ് സ്കീം 2025 എന്ന പദ്ധതിയിലൂടെയാണ് ഇത് സാധ്യമാക്കുക. 1.5 ലക്ഷം രൂപ വരെയോ 7 ദിവസം വരെയോ ചികിത്സ സൗജന്യമായിരിക്കും. സംസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്ത 643 ആശുപത്രികളിലാണ് സൗജന്യ ചികിത്സ ലഭ്യമാകുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റേഷൻ മണ്ണെണ്ണ ഇനി കേരളം ഉൾപ്പെടെ 16 സംസ്ഥാനങ്ങളിൽ മാത്രം. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വിതരണ പട്ടികയിൽ നിന്നാവും ഒഴിവാക്കുക. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിലും ആകെയുള്ള 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മണ്ണെണ്ണ വിതരണവും ഉപയോഗവും പൂർണ്ണമായി നിർത്തി. കഴിഞ്ഞ 2 വർഷമായി മണ്ണെണ്ണ വേണ്ടെന്നറിയിക്കുകയോ ഏറ്റെടുക്കാതിരിക്കുകയോ ചെയ്തതിനാലാണ് ഈ സംസ്ഥാനങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. കേന്ദ്ര സർക്കാർ പുതുക്കിയ മണ്ണെണ്ണ അലോട്ട്മെന്റ് നയം പ്രഖ്യാപിച്ചതോടെയാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. പുതുക്കിയ നയം 3 വർഷത്തേക്കാണ്. നിലവിൽ കേന്ദ്രം അഡ്ഹോക്കായി ഏപ്രിൽ-ജൂൺ ക്വാർട്ടറിലേക്ക് അനുവദിച്ച 5676 കിലോ ലിറ്റർ ജൂൺ 30-ന് മുൻപ് ഏറ്റെടുത്തില്ലെങ്കിൽ കേരളവും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അതിർത്തിയിലെ സംഘർഷം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് കൺട്രോൾ റൂം തുറന്നു. സെക്രട്ടേറിയറ്റിലും നോർക്കയിലുമാണ് കൺട്രോൾ റൂം ആരംഭിച്ചത്. അതിർത്തിയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ കേരളീയർക്കും മലയാളി വിദ്യാർത്ഥികൾക്കും സഹായവും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടേറിയറ്റിലും നോർക്കയിലും കൺട്രോൾ റൂം തുറന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. സഹായം ആവശ്യമുള്ള പക്ഷം കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സെക്രട്ടേറിയറ്റ് കൺട്രോൾ റൂം ഫോൺ നമ്പർ 0471 251 7500 അല്ലെങ്കിൽ 251 7600 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.